പ്രശാന്ത്, യു പിയിലെ യോഗി ആദിത്യനാഥ് അമർച്ച ചെയ്യുകയാണ് പലരെയും. നാടിനും നാട്ടാർക്കും ദോഷകരമായിട്ടുള്ളവരെ ഒന്നും തന്നെ വെച്ചു പൊറുപ്പിക്കുന്നില്ല. അവിടെ ഏറ്റുമുട്ടലിലൂടെയാണ് പല മരണവും സംഭവിക്കുന്നത്. യു പിയിൽ നിന്ന് പുതിയ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ എത്രത്തോളം ശരിയായിട്ടുള്ളതാണത്? വാർത്ത ശരിയാണ്, പക്ഷേ വാർത്ത നമ്മൾ ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് കേട്ടാൽ നടുങ്ങുന്ന രീതിയിലേക്കുള്ള അത് ഒരു വാർത്തയാണ്. കാരണം ഒരു കുടുംബത്തിലെ ഭാര്യയെയും ഭർത്താവിനെയും മൂന്ന് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പ്രായപൂർത്തിയാവാത്ത 3 കുഞ്ഞുങ്ങളെയും കൊന്ന് കുഞ്ഞുങ്ങളുടെ ഈ ജഡം പായിൽ പൊതിഞ്ഞ് നമ്മുടെ ഈ കട്ടിലുണ്ടല്ലോ, ഈ നമ്മുടെ ഇവിടുത്തെ കൂട്ടല്ലേ ഈ വടക്കേന്ത്യയിലെ കട്ടിൽ സേഫായിട്ട് ഉപയോഗിക്കും, അതിനകത്ത് വെച്ചിരുന്നു. ഈ കട്ടിലിൻ്റെ കീഴിൽ നമ്മൾ കട്ടിൽ ഉപയോഗിക്കാം. കട്ടിൽ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ കീഴിൽ കുറേ സാധനങ്ങളെല്ലാം കയറ്റി അതിനകത്ത് കയറ്റി പായിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുകയും ഈ തള്ളയുടെയും തന്തയുടെയും മൃതദേഹം കഷ്ണങ്ങളാക്കി ബാഗിനകത്താക്കി വെച്ചിരിക്കുന്നത്. പറഞ്ഞാൽ ഇവൻ കമ്പി വടി കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം കല്ല് വെട്ടുന്ന യന്ത്രം ഉപയോഗിച്ച് പീസാക്കി പാക്കറ്റുകളിലാക്കി അവിടെ വെച്ചിരിക്കുകയാണ്, ഇവന് സമയം പോലെ എടുത്തുകൊണ്ട് കളയുന്നതിന് വേണ്ടി. അതായത് ഈ പറയുന്ന കൊലയാളിയുടെ പേരെന്ന് പറഞ്ഞാൽ നയിൻ ബാബ. ഇയാൾ വലിയൊരു ക്രിമിനലാണ്. ഇയാൾക്ക് മഹാരാഷ്ട്രയിൽ കേസുണ്ട്, ഛത്തീസ്ഗഡിൽ കേസുണ്ട്, ഡൽഹിയിൽ കേസുണ്ട്. കൊലപാതകം, ബലാത്സംഗം അല്ലെങ്കിൽ പിടിച്ചുപറി, ഇത്തരത്തിൽ വളരെ വലിപ്പത്തിലുള്ള കണ്ടമാനം കേസുകളുള്ള ഒരു വലിയ ക്രിമിനലാണ്. ഇയാളെ വളരെ കാലം കൊണ്ട് ഈ പറയുന്ന സംസ്ഥാനങ്ങളിലൊക്കെ സ്പെഷ്യൽ പോലീസ് ഡ്രൈവ്, അതായത് അവനെ പിടിക്കുന്നതിന് വേണ്ടി 5, 6 അല്ലെങ്കിൽ 10 അംഗ സംഘം, അങ്ങനെ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് വളരെ കാലമായിട്ട് അന്വേഷിച്ച് വന്നണക്കെ പോലും ഇയാളിങ്ങനെ നിരന്തരമായിട്ട് ഓരോ സംസ്ഥാനങ്ങളിലും കൊള്ളയും കൊള്ളിവെപ്പും കൊലപാതകവും ഒക്കെ നടത്തി വളരെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ കഴിഞ്ഞ ജനുവരി 9 ഹുസൈൻ ഗാർഡൻ എന്ന കോളനിയിൽ വീട്ടിൽ നിന്നാണ്. അപ്പം നാട്ടുകാർക്ക് ദുർഗന്ധം വമിച്ചപ്പോഴാണ് ഇത് തിരക്കി ചെന്നപ്പോൾ ഇതുപോലെ ഈ കവറുകളാക്കി വെച്ചിരിക്കുന്നു കുഞ്ഞുങ്ങളുടെ മൃതശരീരം. അപ്പം കേസ് പോലീസ് അന്വേഷിട്ട് അന്വേഷിക്കുകയാണ്. പോലീസ് അന്വേഷിച്ചിട്ട് കഴിഞ്ഞ ദിവസം യു പിയിലെ ഒരു സ്ഥലത്ത് ഒരിടത്ത് ഉരിപ്പുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് പോലീസ് വളയുകയും പോലീസ് വളഞ്ഞിട്ട് ഈ പോലീസിനെ തിരിച്ച് വെടിവെച്ചു എന്നാണ് പോലീസ് ഭാഷ്യം. ഇപ്പോൾ എന്തായാലും പോലീസ് വെടിവെച്ചു, കൊന്നു, തല പൊട്ടിത്തെറിച്ചിട്ടുണ്ട്, വെടിയുണ്ട തലയിൽ കൂടി പാഞ്ഞു കയറിയിട്ടുണ്ട്. വളരെ കൂടുതൽ വെടിയുണ്ടകൾ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും കയറി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ മരണമടഞ്ഞു. ഇപ്പം യു പിയിലെ ഇത് ഒരു മുസ്ലിം കുടുംബമാണ്. ഇതുപോലെ തന്നെ ഇപ്പോൾ ഏതാണ്ട് 200-നടുത്ത് ഉള്ള ഗുണ്ടകളെ യു പി പോലീസ് ഏറ്റുമുട്ടൽ കൊലപാതകത്തിൽ കൂടി വകവരുത്തിയിട്ടുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം വളരെ ചർച്ചയായ ഒരു വിഷയമുണ്ട്. ഏറ്റവും വലിയ ഒരു ഈ ഗുണ്ട അല്ലെങ്കിൽ അയാൾ ഗുണ്ടയായതിനു ശേഷം SP സമാജ്വാദി പാർട്ടിയുടെ ഭാഗമായിരുന്നു, അയാൾ MLA ആകുന്നു. അയാൾക്കെതിരെ നിൽക്കുന്ന MLA ആയിട്ട് മത്സരിക്കുന്നവരെ MLA ആയിട്ട് പോലും കൊല്ലുന്ന ഒരവസ്ഥ. പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ പോലും ജനപ്രതിനിധികളെയും പോലീസ് സ്റ്റേഷനിൽ കയറി ആൾക്കാരെയും വെടിവെച്ച് കൊല്ലുന്ന രീതിയിലേക്കൊക്കെ. അപ്പം അതായത് ഒരു ഗുണ്ടാരാജ് അത് യു പിയിൽ വളരെ കൂടുതലായിരുന്നു. ഇതിന് സഹായമായിട്ട് നിന്നിട്ടുള്ളത് SP പോലെയും അല്ലെങ്കിൽ BSP പോലെയുള്ള പാർട്ടികളാണ്. കാരണം അവരുടെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. അവരെ പല കോളനികളും ഇവരുടെ ഭാഗമാണ്. ആ കോളനികൾ നിയന്ത്രിക്കുന്നത് ഈ ഗുണ്ടകളാണ്. സർക്കാർ മുതൽ കയ്യേറി അവിടെ കെട്ടിടങ്ങൾ പണിയുകയാണ്. ആ കെട്ടിടങ്ങളുടെ വാടക മേടിക്കുകയാണ്. ഈ കെട്ടിടങ്ങൾക്ക് കരണ്ടും വെള്ളവും ഒക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മോഷ്ടിക്കുകയാണ്. മുനിസിപ്പാലിറ്റിയോ അല്ലെ സംവിധാനങ്ങളോ ഒന്നും ഇവരെ ചോദ്യം ചെയ്യാനൊക്കാത്ത അവസ്ഥയിൽ. കാരണം ഇവർ തന്നെ ഗവൺമെൻറ് ഇവർ പറയുന്നതിനപ്പുറം ഇല്ല. അല്ലെങ്കിൽ നാളെ കാലത്തെ ഈ ഗുണ്ടയായിരിക്കും അവിടുത്തെ MLA. അപ്പോൾ ഈ രീതിയിലേക്കായിരുന്നു അവിടുത്തെ കാര്യങ്ങൾ. പല കോളനികളും പാവം പിടിച്ച ആൾക്കാരുടെ കോളനികൾ ഇവർ കയ്യേറി വെച്ചിരിക്കുക സാർ. ഇപ്പോൾ ഒരു കോളനിയുടെ മൊത്തം ഒരു ഗുണ്ടയുടെ നേതൃത്വത്തിൽ അവൻ്റെ വസ്തു പിടിച്ചു പറിക്കോ, അല്ലെങ്കിൽ അവിടെ ഈ പറയുന്ന അവൻ കൂലിപ്പണിക്ക് പോകുകയാണെങ്കിൽ ഇവന് വൈകിട്ട് ഇത്ര രൂപ വീതം കൊടുക്കണം. എന്നിട്ട് ഇവരുടെ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോകും, കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോകും. എന്നിട്ട് ഇവർ ഈ പറയുന്ന അവരുടെ താല്പര്യങ്ങളും അവരുടെ സ്ത്രീകളെയൊക്കെ വീട്ടിൽ കൊണ്ടുപോയി അവന് ഉപയോഗിച്ചതിന് ശേഷം തിരിച്ചുകൊണ്ട് പോകും. ഒന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇദ്ദേഹത്തെ കോളനികൾ. എന്നിട്ട് വോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇലക്ഷനുകൾ വരുമ്പം ഇവന്മാർ വന്ന് പറയുക ഇവിടുന്ന് ഈ പ്രാവശ്യം വോട്ട് മൊത്തവും ഇന്ന പാർട്ടിക്കാരനായിരിക്കണം. അപ്പം ഇത് കഴിയുമ്പോൾ ഒരു പ്രദേശത്തെ ബൂത്തിലെ വോട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ളവന് മൊത്തം അടിയാണ്.
ചെയ്തവനും ചെയ്തില്ലവനും എല്ലാം ക്രൂരമായ പ്രവർത്തനം. അപ്പം ഇങ്ങനെ ജനാധിപത്യത്തെ പോലും ഈ ഗുണ്ടാ മാഫിയകൾ സ്വാധീനിക്കാൻ കഴിയുന്നത്, ഗുണ്ടായുസം കൊണ്ട് സ്വാധീനിക്കാൻ കഴിയും. ഒരു രാജ്യത്തിൻ്റെ ഈ സമ്പത്തും സ്വത്തും അല്ലെങ്കിൽ രാജ്യത്തെ ഭരണ സംവിധാനത്തെ മൊത്തം അട്ടിമറിച്ച് ഗുണ്ടാ സംവിധാനത്തിൽ കൂടി പൊക്കുകൊണ്ടിരുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമായിരുന്നു യു പി. അത് അല്ലെങ്കിൽ ഇവരുടെ ഇത് പ്രൊമോഷൻ ഏത് പാർട്ടി വന്നാലും ഈ ബി ജെ പിക്കകത്തും ബി ജെ പിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും ഈ ഗുണ്ടകളുണ്ടായിരുന്നു ഈ ഇദ്ദേഹം വരുന്നതിന് മുമ്പ്. അപ്പോൾ ഇതിനെ മറികടക്കുന്ന ഒരു രീതിയിലേക്കാണ് യു പിയിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് ഗുണ്ടകളാണോ? അവന് നിലനിൽപ്പില്ല സാറേ. ഗുണ്ടകളൊക്കെ തട്ടുകടയിട്ട് തുടങ്ങി, മലക്കറിക്കടയിട്ട് തുടങ്ങി, ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. കാരണം ഗുണ്ടയായിട്ട് ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ ഇവന് ഒളിക്കാൻ പറ്റത്തില്ല. പണ്ട് ഒളിച്ചിരിക്കാമായിരുന്നു, ആവശ്യമുള്ളപ്പോൾ തിരിച്ചു. ഇപ്പോൾ ഒളിച്ചാൽ അവൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും കിടക്കുന്ന വീട് കാണത്തില്ല, അല്ലെങ്കിൽ അവൻ്റെ അച്ഛനും അമ്മയും വീട്ടിൽ കിടന്നുറങ്ങത്തില്ല. ഇവനെല്ലാം പിടിച്ചുകൊണ്ട് പോവുക. പിന്നെ ഇവിടെ ഒളിക്കുന്നത് തന്നെത്താൻ വരത്തില്ലേ? ഈ പല ഗുണ്ടകളും ഇദ്ദേഹത്തിൻ്റെ ഈ ഗുണ്ട അല്ലെങ്കിൽ ഗുണ്ടാരാജ് കീഴടങ്ങാൻ പറഞ്ഞ സമയത്ത് 2 കൈയും പൊക്കി പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയിട്ടുണ്ട്. അല്ലാത്ത ഈ എതിർത്ത് നിന്നവനെല്ലാം ഈ പറഞ്ഞ പോലെ എൻകൗണ്ടർ ഫൈറ്റിൽ മരിക്കുക. അതായത് എൻ്റെ വേറെ കാര്യമൊന്നുമില്ല. പണ്ട് ഗുജറാത്തിൽ ചെയ്തതുപോലെ തന്നെ നമുക്ക് പറഞ്ഞുകൂടാ, ആവശ്യമില്ലാത്തവനെ വെടിവെച്ചുമില്ല. എന്തിനും ഇതിനെ വെക്കുന്നേ? കാരണം ഇവനെ പിടിച്ചുകൊണ്ട് പോലീസ് സംവിധാനത്തിൽ അയാളുടെ പേരിൽ ഒരു കേസെടുത്താലും അല്ലെങ്കിൽ ഒഫൻസ് എടുത്ത് അകത്തിട്ടാലും ഏത് കേസിനും ഏത് ഒഫൻസിനും രാജ്യദ്രോഹ കുറ്റം ഒഴിച്ച് ബാക്കിയുള്ളതിനൊക്കെ നല്ല വക്കീലന്മാരെ വെച്ച് ജാമ്യം കിട്ടുന്ന ഇരുന്നുണ്ട്. കാരണം നമ്മുടെ സുപ്രീം കോടതി വരെ പറഞ്ഞെടുക്കുന്നത് ഏറ്റവും അവസാനം വരെ ജാമ്യം കൊടുക്കാനുള്ള പഴുത് പരിശോധിച്ചിട്ട് കൊടുക്കാൻ ഒക്കുമെങ്കിൽ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പൈസ ഉണ്ട്, രാഷ്ട്രീയ സ്വാധീനമുണ്ട്, പിന്നെ എന്ത് ചെയ്താലും വെളിയിൽ വരാൻ പറ്റും. അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ യു പിയിൽ മാറി. എന്ത് ചെയ്താലും യു പിയിൽ ഇനി നടക്കത്തില്ല, നിൽക്കാനൊക്കത്തില്ല. എന്ത് ചെയ്താലും നിൽക്കുന്ന ഒരവസ്ഥയിൽ കാര്യങ്ങളില്ല. കാരണം ഇവൻ ചെയ്യുന്ന തെറ്റിനനുസരിച്ചുള്ള ശിക്ഷ അന്നേരം തന്നെ നടപ്പാക്കുക. ശരിക്കും പറഞ്ഞാൽ അത് കോടതിയിലും പോലീസ് സ്റ്റേഷനിലോട്ട് പോലും പോകുന്നില്ല. പോലീസ് അവിടോട്ട് ചെന്ന് വെടിവെച്ചു. കാരണം അത്തരത്തിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഉറപ്പ് കൊടുത്തേക്കുന്ന ആ ഉറപ്പിന്മേൽ പ്രവർത്തിച്ചാൽ അതിനകത്ത് ആരും ചോദ്യം ചെയ്യത്തില്ല എന്ന് ഉറപ്പുള്ള ഒരു മുഖ്യമന്ത്രിയാണെന്ന് ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരത് നടപ്പാക്കും. ഗുണ്ടകളെ വേണ്ട, ഗുണ്ടകളെ തീർത്ത് കളയാണ്. സ്ത്രീകളെ ഉപദ്രവിക്കാൻ പറ്റത്തില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഈ അടുത്ത ഒരു 6 മാസം മുമ്പ് ഒരു 11ാം ക്ലാസ്സിലാണോ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുഞ്ഞ് റോഡിൽ വണ്ടി കയറി മരിച്ചു. അപ്പം ഇത് സ്വാഭാവിക മരണമാണ്, സൈക്കിളിൽ പോകുന്ന കുട്ടിയാണെന്നുള്ള രീതിയിലേക്ക് വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പം ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ വെളി വന്നു. എന്താണെന്നറിയാം, ഈ കുഞ്ഞ് വണ്ടിയെ പൊയ്ക്കൊണ്ടിരുന്നപ്പം ഈ പൂവാലന്മാരെന്ന് പറയുന്ന ഒരു 3 അവന്മാർ ചെന്ന് ഇതിനെ ശല്യം ചെയ്ത് യവന്മാരുടെ ശല്യം സഹിക്കാമെന്ന് വണ്ടി പുറകെ ചെന്ന് ബൈക്കുമായിട്ട് ചെന്നിട്ട് ഈ വണ്ടി ഓടിച്ച് ഒരു വണ്ടി തട്ടി അത് മരണപ്പെടുകയത്. അവസാനം 3 പേരുടെയും പേര് കേസെടുത്തു. ഇവന്മാർ ഒളിവിൽ പോയി. ഇവന്മാർ വലിയ സംവിധാനമുള്ള ആൾക്കാരും അല്ലെങ്കിൽ വലിയ പണക്കാരും ഒക്കെ ആണല്ലോ, അങ്ങനെയുള്ളവരാണല്ലോ റോഡിൽ നിന്ന് പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ട് പോകാൻ യു പിയിൽ കഴിയുന്നത്. അവസാനം പോലീസിനെ പിടികൊടുക്കാൻ വന്നു. പോലീസ് പിടിച്ചു. 3 പേരുടെ അരയ്ക്ക് താഴെ മൊത്തവും വെടിവെച്ചു. ഇപ്പം ഈ നടന്നു പോകാനൊക്കത്തിൽ എഴഞ്ഞാണ് പോകുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ 3 പേരും ഇനിയും ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ 2 കാലിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് അവരുടെ കാര്യങ്ങൾ. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ മറ്റൊരുത്തൻ അത്തരത്തിലുള്ള ഒരു ക്രൈം യു പിയിൽ ചെയ്തില്ല. അവിടെ യു പിയിൽ ഇന്നലെ നമ്മുടെ സാറിൻ്റെ ടോക്കിനകത്ത് പറഞ്ഞില്ല, അമ്മ എന്നാണ് എന്നെ സന്യാസിമാർ വിളിച്ചത്, എന്നെക്കാട്ടി പ്രായമുള്ളവരെന്ന്. അമ്മ എന്ന് വിളിച്ചോണം. സഹോദരിയോട് പോലും മോശമായിട്ട് പെരുമാറുന്ന വീട്ടിലും റോഡിലും ഒക്കത്തില്ല എന്നുള്ള രീതിയിലേക്കാണ് അവിടെ ചെന്നിപ്പം അവിടെ ഇടപെടുന്ന ആൾക്കാർ. സ്ത്രീകൾ സംസാരിക്കുന്നത് എങ്ങനെയാണ്? സ്ത്രീകൾക്ക് പൂർണ്ണ സുരക്ഷയാണ്. പരാതി വന്നാൽ പിന്നെ യാതൊരു കോംപ്രമൈസും ഇല്ല. സ്ത്രീകളെ അമ്മയുടെ വലിപ്പത്തിനും ദേവിയുടെ വലിപ്പത്തിനും അത്രയ്ക്കും പവിത്രമായിട്ട് കണ്ടോണം. അല്ലാതെ സ്ത്രീകൾക്ക് സുരക്ഷയില്ലാത്ത ഒരവസ്ഥ വന്നാൽ അത് പരസ്യമായിട്ട് പറയുകയും ആ സ്ത്രീയുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഏതറ്റം വരെ പ്രവർത്തിക്കുന്നതിന് യോഗിയുടെ പോലീസും സംവിധാനവും തയ്യാറാണ്. അതുപോലെ തന്നെയാണ് ഗുണ്ടാ സംവിധാനം. ഇതിപ്പോൾ ഒരു മുസ്ലിം കുടുംബത്തിനെയാണ് ഈ രീതിയിൽ ചെയ്ത്. മുസ്ലിമിനെതിരാണ് യോഗി എന്ന് പറയുമ്പോൾ യോഗി ആർക്കും എതിരല്ല. യോഗി ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള എല്ലാവരെയും ഇന്ത്യയുടെ ഭാഗമായിട്ട് കണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ മഹാരാജ്യത്ത് നിന്നുകൊണ്ട് ഇന്ത്യയുടെ ഭാഗമല്ലാതെ നിൽക്കുന്നവർക്ക് യോഗി ശത്രുവാണ്. അത് ഇന്നും ശത്രുവാണ്, ഇന്നലെ ആയിരുന്നു, നാളെ ആവുകയും ചെയ്യും. അത്തരത്തിലുള്ള ഭരണാധികാരിയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഏതാണ്ട് 87% ആൾക്കാരും യോഗിയുടെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ യോഗിയാവണം നാളത്തെ മുഖ്യമന്ത്രി എന്ന് ഒരു സർവേ നടത്തുമ്പോൾ പറയുന്നതിൻ്റെ കാരണവും.